അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങിയല്ലേ? എന്നാ തുടങ്ങാം. വാട്സ്ആപ്പ് വിത്ത് മീരയില് ദേ ഇന്ന് എന്നോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്യുന്നത് ആരായിരിക്കും? മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമേ ഇല്ലാത്ത ആരാണെന്ന് നോക്കിക്കോളൂ. ടിനി ടോം. ഇത്രയും വർഷം ഞാനൊരു 18 years ആയിട്ട് വർക്കിംഗ് ഇൻ മീഡിയ. ഞാൻ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു വഴി ഇങ്ങനെ നടന്നു പോകുന്നു, നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക, മനസ്സ് കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. എന്നിട്ട് ഒരാളെ കാണുമ്പോൾ മീരിപ്പിത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, ക്ഷീണിച്ച് കോലം കെട്ടുപോയല്ല, അങ്ങനെയല്ല പറഞ്ഞത്, ക്ഷീണിച്ചല്ല ഭംഗിയച്ചല്ലോ, ഒരു സന്തോഷം കൊടുക്കാൻ സാധിച്ചില്ലേ. ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എന്റെ സന്തോഷം. സുരേഷേട്ടൻ്റെ പ്രശ്നം എന്താന്ന് പറയട്ടെ? സുരേഷ് ഗോപി ചേട്ടൻ ഞങ്ങളുടെ ഫുഡ് ഞങ്ങളുടെ നമ്മുടെ നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. പുള്ളി ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കാവി ഈ കളറാണ് ഞാൻ കാണുന്നത്. പിന്നെ BJP-യുടെ കൊടിയാണെന്ന് വിചാരിച്ചത്. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞാൻ കണ്ട. അപ്പൊ നോക്കിയപ്പോ ജിലേബി നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ജിലേബി അല്ലേ, ജാഗരി. ഡൽഹിയിൽ നിന്ന് വരൂ ഇപ്പോ. ഡൽഹിയിൽ നിന്ന് വരൂ ഇപ്പോ. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. അപ്പൊ സിനോജിന്റെ അടുത്ത് കഴിഞ്ഞാൽ ജാഗിരി വരൂ. ടിനി 500 രൂപയുടെ ജിലേബി മേടിക്കാൻ 4000 രൂപ ഡീസൽ ചിലവാക്കിയിട്ട് നെടുമ്പാശ്ശേരി പോയി മേടിച്ച് പാലക്കാട് കൊണ്ടുവന്നു. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. എന്നിട്ട് അത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. കഴിച്ചില്ലെങ്കിൽ പിന്നെ വഴക്കിടും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്താ പ്രശ്നം നിനക്ക് എന്നോട്? പിന്നെ കഥയൊക്കെ പറയേണ്ടി വരും. ഞാൻ നടന്നു എങ്ങട്ടെ എന്ന് ചോദിച്ചാണോ?